2 സോണുകളിലായിട്ട് ഈ ധ്യാനം സംഘടിപ്പിച്ചപ്പോൾ അതിന് നേതൃത്വം വഹിക്കുവാനായിട്ട് ഇവിടേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട ജോജോ മാരിപ്പാട്ടച്ചൻ്റെ നേതൃത്വത്തിലുള്ള ആ വലിയ ടീം, വൈദികർ, അൽമായ ശുശ്രൂഷകർ എല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ട് ഈ 6 ദിവസം അത്രയും ഈ മക്കളോടൊപ്പം വീടുകളെല്ലാം സന്ദർശിച്ച് ഓരോ വീടുകളും കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോ മക്കളെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവർ അശ്രാന്ത പരിശ്രമം നടത്തുകയും ഓരോ പ്രശ്നങ്ങളിലും അവർ ഇടപെട്ട് പലതും പരിഹരിക്കുകയും പല കുടുംബങ്ങളുടെയും ആത്മീയ നവീകരണത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത ബെൻസെൻഷൻ വൈദികർക്ക് ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. ഇടവകയിലെ 95% പേരും ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ 2 സോണുകളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. വചന പ്രഘോഷണവും കുടുംബ നവീകരണ ശുശ്രൂഷകളും അനുരഞ്ജന കുദാശ പരികർമ്മം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ കടമകൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾക്കും മക്കളുടെ കടമകൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് അവർക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ ഈ ശുശ്രൂഷകൾ പരികർമ്മം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഫലം ഈ ഇടവക സമൂഹം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഏറെ ആനന്ദത്തോടും സന്തോഷത്തോടും അതിലേറെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം നന്ദിയും നിറഞ്ഞ മനസ്സോടെയാണ് ഈ ബെൻസെൻഷൻ വൈദികരെയും അവരോടൊപ്പം ശുശ്രൂഷ ചെയ്ത എല്ലാവരെയും ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഉണ്ണി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വഴികളെ കൂടുതൽ സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ശക്തമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഒരു നേരെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ സന്തോഷം വളരെ പ്രത്യേകത. സാധിക്കുന്നോളം പേര് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാം. ഇനിയിപ്പോൾ എല്ലാ ദിവസവും വരാൻ പറ്റിയില്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് വരാം. അത് കൊച്ചുമക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കണം. ഞായറാഴ്ച കുർബാനയ്ക്ക് മുടക്കം വരുന്നവർ ഈ ഇടവകയിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, പ്രഥമ സ്ഥാനം ദൈവത്തിന് വിട്ടുകൊടുക്കണം. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കുറേ പേര് ഈ മേൽഡൂർ ഇടവകയിലുള്ളൊരു ബൈബിള് ഒന്നിലധികം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. കുറേ പേര് ബൈബിള് മുഴുവനും കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് കൈപ്പോക്കി ബൈബിള് മുഴുവനും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവർ ഒന്ന് കൈപ്പോക്കി. ധാരാളം പേരുണ്ട്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കൈയടിച്ച് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈയടി കൊടുത്തേ. ഒന്ന് ഉഷാറായിട്ടൊന്ന് കൈയടിച്ച്. നമുക്ക് ബാക്കി എല്ലാവർക്കും ഇവരൊക്കെ ഞെട്ടുകയാണ് ഇത്ര അധികം പേര് ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ.
നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ മുഴുവനും ഒന്ന് വായിക്കണ്ടേ? ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ നിർത്തരുത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം ഒരധ്യായെങ്കിലും വായിക്കാം. ഒരു 5 വർഷം കൊണ്ട് അടുത്ത പോപ്പുലർ മിഷൻ ധ്യാനം എന്നാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വരുമ്പോൾ എത്ര പേര് ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളും കൈപോക്കാതെ ഇരിക്കുന്ന അവസരം വരരുത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമായിരുന്നു. നമ്മുടെ സുറിയാനി കത്തോലിക്കരുടെ ഇടയിലുള്ള കുടുംബ ബന്ധങ്ങൾ ശക്തമായിരുന്നു. ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ. വിവാഹമോചനം എന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. ദാമ്പത്യ ബന്ധത്തിലുള്ള വിശ്വസ്തത, ദാമ്പത്യ ബന്ധത്തിലുള്ള പരസ്പര ബഹുമാനം, ദാമ്പത്യ ബന്ധത്തിലുള്ള വിട്ടുവീഴ്ച, ദാമ്പത്യ ബന്ധത്തിലുള്ള മൂല്യങ്ങളോടുള്ള വിശ്വസ്തത, ആത്മാർത്ഥത, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വളരണം. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കുടുംബത്തിനും വിജയിക്കാനാകില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം. ചെറുതാകാൻ, ഇത്ര ചെറുതാകാൻ എത്ര വലുതാവണമെന്ന് പാടിയ പാട്ട് നമ്മോട് ഇന്നും ചോദിക്കുന്നുണ്ട്. ചിലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ ചെറുതാകേണ്ടി വരും, മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ ചെറുതാകേണ്ടി വരും. പരസ്പര ബഹുമാനം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷത്തിൽ സമാധാനാശംസ കൊടുത്തപ്പോൾ, സമാധാന ദിനത്തിൻ്റെ സന്ദേശം കൊടുത്തപ്പോൾ പറഞ്ഞതാണ്, ഇഫ് യു വാണ്ട് ടു പീസ് റെസ്പെക്റ്റ് അതേഴ്സ്. നിങ്ങൾ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആദരിക്കാനുള്ള മനസ്സുണ്ടാകുക, ബഹുമാനിക്കാനുള്ള മനസ്സുണ്ടാകുക. ആദരവും ബഹുമാനവുമാണ് നിങ്ങളുടെ കുടുംബങ്ങളുടെ ബന്ധങ്ങളെ നിലനിർത്തുന്നത്. വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കണം. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ മാനദണ്ഡങ്ങളില്ലാതെ ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. മൂന്നാമത് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഈ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. There is no perfect father in the world. There is no perfect mother in the world. There is no perfect neighbor in the world. There is no perfect son in the world. There is no perfect daughter in the world. There is no perfect grandfather. There is no perfect grandmother. ഈ ലോകത്തിലെ പൂർണ്ണതയുള്ള അപ്പനോ പൂർണ്ണതയുള്ള അമ്മയോ പൂർണ്ണതയുള്ള മകനോ പൂർണ്ണതയുള്ള മകളോ പൂർണ്ണതയുള്ള അപ്പാപ്പനോ പൂർണ്ണതയുള്ള അമ്മാമ്മയോ ഇല്ല. അപൂർണതകൾ എല്ലാവർക്കും ഉണ്ട്. ഉണ്ടല്ലോ ഈശോ പറഞ്ഞേ, നിൻ്റെ കണ്ണിൽ വലിയ തടി ഇരിക്കുമ്പോൾ നീ അവൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? പ്രതികാര ചിന്ത മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയാൽ ആ മനുഷ്യന് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഉണ്ടല്ലോ ഈശോ പറഞ്ഞേ, തിന്മയെ എങ്ങനെ ജയിക്കണമെന്നാണ് പറഞ്ഞേ? തിന്മ കൊണ്ടാ? എന്തുകൊണ്ട്? നന്മ കൊണ്ട്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. നിന്നോട് ശത്രുത പുലർത്തുന്നതിൻ്റെ ഹൃദയത്തിൽ നീ നന്മയുടെ സ്നേഹത്തിൻ്റെ തീപ്പൊരി വിതറാൻ കഴിയണം. ക്ഷമിക്കാനുള്ള മനസ്സില്ലേ? അത് വേണ്ടേ? ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് മുറിവുകൾ, ഒരുപാട് രോഗങ്ങൾ മാറ്റിക്കിട്ടും എന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട. പരസ്പരം ക്ഷമിക്കാനായിട്ട്,
പരസ്പരം പൊറുക്കാനായിട്ട് വെറുപ്പും വിദ്വേഷവും കളഞ്ഞ് സ്നേഹത്തോടുകൂടെ പെരുമാറാൻ വലിയ മനസ്സ് വേണം. മരിയ ഗൊരേത്തിയെ കൊന്ന അലക്സാണ്ടർ ക്രിസ്മസ് ദിനത്തിൽ മരിയ ഗൊരേത്തിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ അമ്മയ്ക്ക് ഹൃദയത്തിലുള്ള വേദനയും ഹൃദയത്തിലുള്ള നൊമ്പരവും ഒക്കെ അടക്കി പിടിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തെ പ്രതി ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. റാണിമരിയെ കൊന്ന ഘാതകനോട് അവളുടെ അമ്മയ്ക്ക് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയാനുള്ള, ഈശോയെ പ്രതി നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയാനുള്ള ആഴമേറിയ വിശ്വാസമുണ്ടായി. നമ്മെ ഒറ്റപ്പെടുത്തിയവര്, പരിഹസിച്ചവര്, താഴ്ത്തിക്കെട്ടവര്, ചതിച്ചവര്, വേദനിച്ചവര്, മുറിപ്പെടുത്തിയവര്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഹൃദയം തുറന്ന് അവരോട് ക്ഷമിക്കാനുള്ള വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. നാലാമത്തേത്, ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും നിർവഹിക്കുന്ന കുടുംബങ്ങളാകണം നമ്മുടേത്. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആശങ്കയോടും വേദനയോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞാനിപ്പോൾ പോരുമ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ 1700 പള്ളി എന്ന് പറഞ്ഞ് ആരും എനിക്കൊരു പള്ളിയുടെ ചിത്രം അയച്ചു തന്നു. ഞാനപ്പോൾ വിചാരിച്ചൊരു പഴക്കം ചെന്നൊരു പള്ളിയാണല്ലോ, എന്നാൽ അതൊന്ന് നോക്കാം. അതിൻ്റെ മുന്നിൽ എഴുതിയിരിക്കുന്ന ചർച്ച് എസ്റ്റാബ്ലിഷ് ഇൻ 1700 വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുക. യൂറോപ്പിലുള്ളൊരു പള്ളിയാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നതാണ് എന്നെ അതൊന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ നാളത്തെ പള്ളികൾ ഇതുപോലെയാകുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഞാനത് വിശദമായിട്ട് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് അത് വലിയൊരു ഹോട്ടലാണ്. വലിയൊരു ഹോട്ടലാണ്. അതിൻ്റെ നടുത്തളത്തിൽ വലിയ ബാറാണ്. മധുമഹയുടെ ഭാഗത്ത് ഭക്ഷണങ്ങൾ തയ്യാറാക്കി വയ്ക്കുന്ന സ്ഥലം. കുമ്പസാരക്കൂട് പ്രൈവറ്റായിട്ട് കുടുംബത്തിന് ഒന്നിച്ചുകൂടി മദ്യം കുടിക്കാനുമൊക്കെയുള്ള സ്ഥലം. എന്തുകൊണ്ടത് സംഭവിച്ചേ? നമ്മുടെ ദേവാലയങ്ങൾ അപ്രകാരമുള്ള ആയിത്തീരുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളില്ല. നമ്മുടെ കുടുംബങ്ങളിൽ പലതും, തറവാടുകളിൽ പലതും അന്യം നിൽക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഈ മേലടൂരുള്ള കുറേ കുടുംബങ്ങൾ ഇന്ന് അടഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ മുനിപ്പാറ ഭാഗത്ത് മലയോര പ്രദേശത്ത് നമ്മുടെ ജോസച്ചനൊക്കെ വികാരിയായിരുന്നപ്പോൾ തുമ്പക്കോട് മുനിപ്പാറയൊക്കെ ഒരേ ഇടവകയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ഇടവകയായി. ഒരു 170 വീടൊക്കെ ഉള്ളൂ. ഞാൻ അവിടെയുള്ള എല്ലാ വീടുകളിലും പോയി. ഞാൻ ഒരു ദിവസം ഒരു 28 വീടുള്ള കുടുംബ യൂണിറ്റാണ് സന്ദർശിച്ചപ്പോൾ ആ കുടുംബ യൂണിറ്റിൽ 3 യുവാക്കളാണ് നാട്ടിലുള്ളൂ. എല്ലാ വീട്ടിലും ഒരു വ്യത്യാസം കൂടാതെ മക്കൾ 1, 2 മാത്രമാണ്. അതിൽ 3 യുവാക്കൾ. അപ്പം അതിലൊരു യുവാവിനോട് ഞാൻ പറഞ്ഞു, കേട്ടാ നീയെങ്കിലും നാട്ടിലുണ്ടാവണം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 28 വീട്ടിൽ ആ 3 യുവാക്കൾ നാട്ടിലുണ്ടെങ്കിൽ ആ 3 കുടുംബങ്ങൾ ഒഴിച്ച് ബാക്കി 25 കുടുംബങ്ങൾ മഞ്ഞെന്ന്. അതാരാ വാങ്ങിക്കുക? നമ്മുടെ ക്രൈസ്തവർ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ക്രൈസ്തവരുടെ കയ്യിൽ ക്രൈസ്തവരാരും നാട്ടിലില്ല. മറ്റു മതസ്ഥർ വാങ്ങിക്കും. ഇത് ആ യൂണിറ്റ് അങ്ങനെയാണെങ്കിൽ മറ്റു യൂണിറ്റുകളും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. ഈ മേലടൂരും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഓടി നടന്ന 4-ാമത്തെ 5-ാമത്തെ 6-ാമത്തെ 7-ാമത്തെ 8-ാമത്തെ 9-ാമത്തെയും 10-ാമത്തെയും ഒക്കെ മാമോദീസ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം അവിട്ടത്തൂർ 9-ാമത്തെ ഒരു കുഞ്ഞിന് മാമോദീസ കൊടുത്തു.
ഇഞ്ചക്കൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 9ാമത്തെ ഒരു കുഞ്ഞിന് മാമോദീസ കൊടുത്തു. ഒരു IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആ യുവാവ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് 9 മക്കളുണ്ട്, പക്ഷെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിതാവ് ഒന്ന് പറയണം നാട്ടുകാരോട്, ഇടവക്കാരോട്, മറ്റുള്ളവരോട്, ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ലേ, കളിയാക്കല്ലേ, പരിഹസിക്കല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേലടൂർ ഇടവകയിൽ എത്ര വീടുകൾ അന്യം നിൽക്കും? ഒരു പരിധി വിട്ട് ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേലടൂർ ഇടവകയിൽ എത്ര വീടുകൾ അവശേഷിക്കുന്നുണ്ടാവും? ഒരു 300 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള ദേവാലയമായിട്ട് നമ്മുടെ ആരാധനാലയമായിട്ട് നിൽക്കുമോ? നമ്മുടെ ഈ മേലടൂരുള്ള എത്ര വീടുകൾ ബാക്കിയുണ്ടാകും? എൻ്റെ ഏറ്റവും സ്നേഹമുള്ളവരെ, ജീവനെ നിയന്ത്രിക്കേണ്ടത് അത് ദൈവമാണ്. ജീവനെ നിയന്ത്രിക്കേണ്ടത് അത് ദൈവമാണ്. അത് നാം കയ്യാളരുത്. അത് കയ്യാളിയപ്പോഴാണ് നമ്മുടെ പൂർവികര് അനുഷ്ഠിച്ചു പോന്ന പാരമ്പര്യങ്ങളെ അതിലംഘിച്ചിട്ട് നമ്മുടെ മക്കളുടെ എണ്ണം കുറച്ച് ഗർഭഛിദ്രം ചെയ്ത് നമ്മുടെ കുടുംബങ്ങളെ അന്യം നിൽക്കാനായിട്ട് ഇടയായത്. ഇവിടെയുള്ള മുതിർന്നവർ, പ്രായം ചെന്നവരുടെയൊക്കെ കുടുംബങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ തലമുറയിൽ എത്ര മക്കളുണ്ട്? ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്നത്തെ ഒന്ന് കുട്ടികളെ വളർത്താൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഞാനൊരു മറുചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മറ്റ് സമുദായങ്ങളുടെ കുടുംബങ്ങളിൽ അവിടെ ജനസംഖ്യയ്ക്ക് കുറവില്ല, ജനനനിരക്കിന് കുറവില്ല. അനുദിനം ജനസംഖ്യയും ജനനിരക്കും കൂടുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. മറ്റെല്ലാ സമുദായത്തിലും നമ്മുടെ ജനനനിരക്കും ജനസംഖ്യയും കുറയുമ്പോൾ മറ്റെല്ലാ സമുദായങ്ങളുടെയും ജനനനിരക്കും ജനസംഖ്യയും കൂടുന്നു. ഈ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഉയർന്നു കഴിഞ്ഞു. ആത്മീയ ശുശ്രൂഷയ്ക്ക് വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഞാൻ ദുഃഖത്തോടുകൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ രൂപതയിൽ 2 മഠങ്ങൾ നിർത്താനുള്ള അനുവാദം ഞാൻ കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഇന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് വരുന്നവരുടെ എണ്ണം തീർത്തും കുറഞ്ഞു. എനിക്കൊക്കെ ആശങ്കയുണ്ട്, ഒരു 50 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പള്ളികളിൽ വികാരിമാരായിട്ട് വെക്കാനായിട്ട് അച്ഛന്മാരെ കിട്ടുമോ എന്ന്. രാഷ്ട്രീയത്തിൽ നമ്മുടെ മക്കൾ ആരും തന്നെ കയറുന്നില്ല. മുഖ്യധാരയിലേക്ക് വരാനായിട്ട് ആരുമില്ല. സിവിൽ സർവീസിൽ 2,62,000 വിശ്വാസികളുള്ള നമ്മുടെ രൂപതയിൽ ഒരു IAS ഓഫീസർ പോലും ഇതുവരെയില്ല. മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം തീർത്തുമില്ലാതായി. പ്രീക്കാനിക്ക് വരുന്ന 100-150 പേരുള്ള അടങ്ങുന്ന സമൂഹത്തോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര പേര് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്? ഒരാളെങ്കിലും കൈപ്പൊക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചില ബാച്ചുകളിൽ ഒരാൾ പോലും ഇല്ല. ജുഡീഷ്യറിയിൽ വക്കീലന്മാരായിട്ടും ജഡ്ജസുമായിട്ടും വരാനായിട്ട് താല്പര്യമില്ല. കായിക കലാരംഗങ്ങളിൽ നമ്മുടെ മക്കൾ ഇല്ല. ഈ രംഗങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ വന്ന് അസൂയാർഹമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ല ലക്ഷ്യം, മറിച്ച് ഉപ്പായിട്ട് പുളിമാവായിട്ട് ശോഭിക്കുന്ന വിളക്കായിട്ട് സമൂഹത്തിന് ദിശാബോധം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. അതായിരുന്നു മുൻ തലമുറയിലുള്ളത്. നമ്മുടെ കാർന്നോന്മാരും മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന അസൂയാർഹമായിട്ടുള്ള ഒരവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാനം സൃഷ്ടിച്ച് ചാവറ കുര്യാക്കോസച്ചൻ മുതൽ അതിനു മുമ്പും അതിന് പുറകും ധാരാളം പേരുണ്ടായിരുന്നു. പാവപ്പെട്ടവനും പണക്കാരനും ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് അവസരമുണ്ടാക്കി കൊടുത്തത്
നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ചൻ തുടങ്ങിയിട്ടുള്ളവർ. നമ്മുടെ മിഷണറിമാര് ആരോഗ്യരംഗത്ത് എത്രയും മനോഹരമാക്കിയെങ്കിൽ ആതുര സേവനം എന്താണെന്ന് ഈ ഭാരതത്തിന് ക്രൈസ്തവർ കാണിച്ചു കൊടുത്തെങ്കിൽ ഇന്നതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമായിട്ട് മാറുകയാണ്. ആരാധന 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 സ്വരമുയർത്തി ആരാധന 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 കരങ്ങൾ കൂപ്പി ആരാധന 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 പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വചനത്താൽ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടവക കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നൽകപ്പെടുന്ന സ്നേഹത്തിനും സമാധാനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേകം നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. നമ്മുടെ തലയ്ക്കകത്തുള്ള ഇന്നലകളിലെ എല്ലാ ഓർമ്മകളും, കൈപ്പേറിയ അനുഭവങ്ങൾ, ചില ആളുകൾ പറഞ്ഞത്, ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ ചില മുറിവുകൾ എല്ലാം തലയ്ക്കകത്തുണ്ട്. തെറ്റായ ധാരണകൾ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ കണ്ട ചില കാര്യങ്ങൾ ഇതിങ്ങനെ തലയ്ക്കകത്തിരിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശിരസിനെ വിശുദ്ധീകരിക്കണമേ. നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ തക്കവണ്ണം, വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവണ്ണം എൻ്റെ ശിരസിനെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ശിരസിലേക്ക് ഈ നിമിഷം വ്യാപരിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി ദയിക്കണമേ. ചേർന്ന് പ്രാർത്ഥിച്ചേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. ചേർന്ന് സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. നമ്മുടെ കണ്ണുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലത് കരം വലത് കണ്ണോടും ഇടത് കരം ഇടത് കണ്ണോടും ചേർത്ത് വെച്ച് ഇനി മുതൽ ദാ നമ്മുടെ കണ്ണുകൾ തിന്മയായിട്ടുള്ളത് കാണാനുള്ളതല്ല. ഞായറാഴ്ച മുതൽ ദാ ഇന്ന് വരെ വായിച്ച വചനത്തിന്റെ ശക്തി, കേട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ശുശ്രൂഷകളിൽ നീ കണ്ട അനുഭവങ്ങളെല്ലാം നിന്നെ ഇതാ കണ്ണുകളുടെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. ഒരുപക്ഷെ ചില അടിമത്തങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചില കാര്യങ്ങൾ വീണ്ടും 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 കാണാനുള്ള കൗതുകം, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെയൊക്കെ അടിമത്തം, അശ്ലീല ചിത്രങ്ങളും നഗ്നതയും കാണാനുള്ള ആസക്തി, ഒരുപക്ഷെ തെറ്റായ കാര്യങ്ങൾ കാണാനും വായിക്കാനുമുള്ള ആസക്തി. ഈ നിമിഷം പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, ഇന്ന് മുതൽ ഈ ദേവാലയത്തിന്റെ അനുഗ്രഹീതമായ മുറ്റത്ത് വെച്ച് നിന്റെ മുമ്പിൽ ഞാൻ തീരുമാനമെടുക്കുന്നു. എൻ്റെ കണ്ണുകൾ ഇനി മുതൽ വിശുദ്ധമായി ഞാൻ സൂക്ഷിക്കും. പരിശുദ്ധാത്മാവേ, എൻ്റെ കണ്ണുകളിലേക്ക് ശക്തി ഒഴുകപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. ചേർന്ന് പാടാം. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഞാൻ ഷിജു, മേലടൂര് ഇൻഫൻറ്റ് ജീസസ് ചർച്ചിലെ മതബോധന ഹെഡ് മാസ്റ്ററാണ്. പോപ്പുലർ മിഷൻ ധ്യാനം ഈ ആഴ്ച വളരെ മനോഹരമായിട്ട് ഇവിടെ നടക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പോപ്പുലർ മിഷൻ ധ്യാനത്തിലും എനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ ആധ്യാത്മികമായും അതുപോലെ വിശുദ്ധിയോടുകൂടിയും വളരാനായിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനം മുൻപും ഇന്നും സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വസ്തുതയുള്ള കാര്യമാണ്. ഇവിടെ ഉള്ള 415ഓളം മതബോധന വിദ്യാർത്ഥികളുണ്ട്. കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടു കൂടിയും പങ്കുചേർന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഞങ്ങളത് കണ്ടതാണ്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുടുംബ നവീകരണമായാലും ഒത്തൊരുമിച്ചിട്ടുള്ള സ്നേഹ പ്രകടനങ്ങളായാലും സന്തോഷം നിറഞ്ഞ അവസ്ഥകളിലൂടെയാണ് ഈ ഒരാഴ്ച കടന്നുപോയത്. ഞാൻ സിസ്റ്റർ ആൻമേരി, ഈ ഇൻഫൻറ്റ് ജീസസ് കോൺവെൻറ്റിലെ സുപ്പീരിയറാണ്. ഈ പോപ്പുലർ ധ്യാനത്തിന് വേണ്ടി ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ സുന്ദര സുദിനം വന്നു ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളാണ്. പിന്നെ കുടുംബങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കാനും കുടുംബങ്ങളെ ഒന്നിച്ചു വളർത്താനുമുള്ള ഒരു വലിയ അനുഭവമായി. ഇന്നത്തെ ഈ ദിവസത്തിൽ ഇവരെല്ലാവരും കൂടെ ആ കുടുംബത്തിൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് അച്ഛൻ യോജിപ്പിച്ചപ്പോൾ കൂടുതലായിട്ട് ഒന്നുകൂടി പള്ളിയിലേക്ക് കടന്നു വരാത്തവരെയും കുടുംബത്തോട് ഒന്നിച്ച് പള്ളിയിലേക്ക് കടന്നു വരികയും ഒന്നിച്ച് എല്ലാവരുമായിട്ട് ആയിരിക്കുവാനും സാധിച്ചതിൽ ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഈ പോപ്പുലർ ധ്യാനത്തിലൂടെ ആത്മീയമായിട്ടും ഒത്തിരി വളരാനും സ്നേഹത്തിൽ കൂട്ടി യോജിപ്പിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഇടവകയ്ക്ക് സാധിച്ചതിൽ ഒത്തിരി നന്ദിയും സ്നേഹവും ഉണ്ട്. ആത്മീയമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എല്ലാ മക്കളും നിറഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. അതിനായി എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബീന ജോസ്. മേലടൂർ ഉണ്ണിമിശിഹ ഇടവകയിലെ മാതൃസംഘടനയിലെ അംഗമാണ്. ഞാനിന്ന് ഇവിടെ നന്ദി പറയാനിരിക്കുന്നത് ഈ ഒക്ടോബർ 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഇവിടെ ഉണ്ണിമിശിഹ ഇടവക ദേവാലയത്തിൽ നടത്തിയ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലേക്ക് കടന്നു വന്ന ജോജോ അച്ഛനും ടീമംഗങ്ങൾക്കും ഞങ്ങളുടെ വികാരി അച്ഛൻ ജോസ് പാലാട്ടി അച്ഛനും സെബാസ്റ്റ്യൻ അച്ഛനും എല്ലാ ടീമംഗങ്ങൾക്കും നന്ദി പറയാനാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഒത്തിരി ആത്മീയ അനുഭവത്തിലേക്ക്, ഉണർവിലേക്ക്, മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കാൻ എല്ലാ മക്കൾക്കും സാധിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടവയിലെ എല്ലാ കൺവീനേഴ്സിനും 2 സോണുകളായി തിരിച്ച ഈ ധ്യാനം വളരെയധികം വിജയിച്ചു. ഇതിന് പ്രത്യേകം ഞങ്ങൾ ജോർജ് ടീമംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സ്റ്റീവ്സൺ. ഞാൻ മേൽഡൂർ ഇടവയിലെ ഒരു യുവജനത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇടവയിലും പോപ്പുലർ മിഷൻ്റെ ധ്യാനം കൂടാനായിട്ട് ഇടയുണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കുടുംബമായിട്ടും ഇടവയിലെ അംഗങ്ങളായിട്ട് നല്ലൊരു കൂട്ടായ്മ വളർത്താനായിട്ട് ഈ ധ്യാനം എന്നെ സഹായിച്ചു. അതുപോലെ നമ്മൾ യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും നമ്മൾ സമയം ചിലവാകുന്നത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആയിട്ടാണ്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ ഒരു അടക്കം ചിട്ടൊക്കെ എങ്ങനെ പാലിക്കണം എന്നൊരു നല്ലൊരു ഉപദേശം എനിക്ക് ഈ ഒരു ധ്യാനം കൂടിയെന്ന് കിട്ടി. അതുപോലെ ഈ ഒരു ധ്യാനം അറേഞ്ച് ചെയ്ത് തന്നതിൽ ഇടവകച്ചനും വികാരി അച്ഛനും കൊച്ചച്ഛനും അതുപോലെ മറ്റു ഭാരവാഹികളും എല്ലാവരും ഞാൻ നന്ദി പറയുന്നു.